എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ടൈഗ്രീസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മാക്സിമം ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഒരു ഗസ്റ്റ് നമ്മളിവിടെ പേഷ്യൻ്റ് എന്നല്ല പറയാ ഗസ്റ്റിനെ. ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരെ എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തും. അതിന് ലാബ് ടെസ്റ്റ് ഉണ്ട്, ജനറ്റിക് ടെസ്റ്റ് ഉണ്ട്, എപ്പിലിമോ പോലത്തെ ടെസ്റ്റുകളുണ്ട്. അതുപോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്താണ് കറക്റ്റ് പ്രശ്നം എന്നുള്ളത് ഡോക്ടേഴ്സ് കൂടിയിട്ട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. ഇപ്പം ഇന്നിപ്പോൾ ഒരു അനുഭവം പറയാം. ഒരു ഫുൾ ബോഡി എക്സീം ഉള്ള ഒരു പേഷ്യൻ്റ് വന്നു. ഏകദേശം 65 വയസ്സായി. അപ്പോൾ സാധാരണ ഞാനൊരു യുനാനി ചികിത്സകനാകുമ്പോൾ ഒരു യുനാനി ബേസിൽ തന്നെ അതിന് പോവാം. പക്ഷെ നമ്മളതിൽ ഫങ്ഷണൽ മെഡിസിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഡോക്ടർ ഫഹീമിനെയും കൂടി കൺസൾട്ട് ചെയ്തു. അപ്പോൾ പിന്നെ വേറെയും ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ശരീരത്തിലെ ചില പോഷകങ്ങളും മറ്റൊക്കെ കുറവുണ്ട്. വിറ്റാമിൻ ഡിൻ്റെ കുറവുണ്ട്. അങ്ങനെയുള്ള പല കുറവുണ്ട്. അപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളും തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ആതിരയുണ്ട്, ആയുർവേദൻ്റെ ഡോക്ടർ. അവർ വന്നിരുന്നിട്ട് അവരെ കുറച്ച് ധാരകളൊക്കെ ഉണ്ട്. ഈ എക്സിമൊക്കെ കൊടുക്കാൻ പറ്റിയ ഈ ഇരട്ടി മധുരവും ത്രിഫലൊക്കെ ചേർന്നിട്ടുള്ള ധാരണ്ട്. അത് 2 നേരം ധാര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുപോലുള്ള ഇപ്പോൾ യുനാനിൻ്റെ മെഡിസിൻ കാര്യങ്ങൾ ഞാൻ തുടങ്ങി. ഡയറ്റ് കാര്യങ്ങൾ കൊടുത്ത്. അപ്പോൾ അത് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളൊരു യുനാനി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം ഫോളോ ചെയ്യുന്നതിന് പകരം മാക്സിമം ഇൻ്റഗ്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ടൈഗ്രീസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആയുഷിൻ്റെ കൂടെ തന്നെ ഇവിടെ ചൈനീസ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ആ വിഭാഗത്തിലുള്ള ഡോക്ടർ ഗഫൂറാണ് അതിന് ആ നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ചൈനീസ് മെഡിസിൻ്റെ വിഭാഗമുണ്ട്. അദ്ദേഹം ചൈനയിലൊക്കെ പോയി പഠിച്ച് വന്നിട്ടുള്ള ആളാണ്. അതേപോലെ ഫിസിയോതെറാപ്പിക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ വന്നു. അപ്പോൾ ഇതൊരു മാക്സിമം ഇൻ്റഗ്രേഷൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ ആയുർവേദ, യുനാനി, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോ ഈ 5 ആയുഷിന് പുറമെ ഫിസിയോതെറാപ്പിയും ചൈനീസ് മെഡിസിനും ഫങ്ഷണൽ മെഡിസിനും പിന്നെ ഡയറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, ഇതെല്ലാം കൂടിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോടൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ന്യൂറോ, ഓർത്തോ ഡോക്ടേഴ്സ് നമ്മൾ കണക്റ്റഡ് ആണ്. ചില കേസുകൾ വരുന്ന സമയത്ത് അവരുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യും. പിന്നെ രോഗി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ ഗസ്റ്റ്. ജസ്റ്റ് ഒരു ഗസ്റ്റ് ഇവിടെ വന്നാൽ എന്ത് ഇവിടുന്ന് മടങ്ങുന്നതിന് വരെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ വന്ന ഉടനെ തന്നെ അവർക്ക് ചെക്ക് ഇൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ ആ, ആദ്യം കൺസൾട്ടേഷൻ ഉണ്ടാവുക. ഈ കൺസൾട്ടേഷൻ ചിലപ്പോൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കും. അതിനോട് കൂടെ ലാബ് ടെസ്റ്റ് നടക്കും. ഇത് രണ്ടും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണലി, എക്സ്റ്റേണലി എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കൃത്യമായിട്ട് അപ്പോൾ പല രൂപത്തിലും വരാം. അപ്പോൾ ചിലപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിരിക്കാം. ഷുഗറോ, കൊളസ്ട്രോളോ, പ്രഷറോ അങ്ങനത്തെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം വയറ് കൂടുതൽ അല്ലെങ്കിൽ തടി കുറക്കാൻ ഒന്നായിരിക്കാം. അല്ലെങ്കിൽ കഫ സംബന്ധമായ എന്താണോ രോഗം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മൈഗ്രെയിൻ അടക്കം എല്ലാം നമ്മൾ റിപ്പോർട്ടാക്കും. അതിനുശേഷം ഡോക്ടേഴ്സ് ഇരിക്കും. ഇരുന്നിട്ട് ഓക്കെ ഇതിന് പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പിയും അക്യുപഞ്ചറും മാത്രം മതി. ഇപ്പം ഇന്നലെ വന്നൊരു കേസ് ഓക്കെ അങ്ങനെ തീരുമാനിച്ചു. അല്ല ഇതിന് ഒരു നേരം ആയുർവേദത്തിലൊരു അഭ്യംഗം കൊടുക്കാം. യുനാനിയുടെ കപ്പിങ് കൊടുക്കാം. അക്യുപഞ്ചർ ഒരു സമയത്ത് കൊടുക്കാം. പിന്നെ ഡയറ്റും പിന്നെ ട്രഡീഷണൽ ഈ കളരി മാർഷൽ ആർട്സിൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് സ്ട്രെച്ചിങ് കൊടുക്കാം. അങ്ങനെ ഏതാണോ എന്ന് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കും. മൈൻഡ് മൈൻഡിനുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ. അപ്പോൾ അത് ഓരോരുത്തർക്കുള്ള ആവശ്യമായിട്ടുള്ള എന്താണോ ഉദാഹരണത്തിന് ചിലപ്പം അവരെ രോഗം മാറില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അപ്പം അത് മാറ്റിയെടുക്കണം. അപ്പോൾ അവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് മാറുന്ന രോഗമാണ്. ഞാൻ മാറി ആരോഗ്യത്തിൽ തിരിച്ചു വരും എന്നുള്ളത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഇമോഷണൽ ഫ്രീഡം തെറാപ്പി പോലത്തെ അഫർമേഷൻസ് ഒരുപാട് കൊടുക്കും. അത് ഗുളിക പോലെ തന്നെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അഫർമേഷൻസ് അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ അറബികളാണെങ്കിൽ അറബി ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഞാൻ നടക്കും, ഞാൻ നടക്കും, ഞാൻ നടക്കുന്നു 100 പ്രാവശ്യം ഉച്ചക്കും രാത്രിയും വൈകുന്നേരം പറയിപ്പിക്കുമ്പോഴേക്ക് അവരുടെ മൈൻഡിൽ അത് ക്ലിയർ ആവുകയും അവർക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ചിന്തിച്ച ആളുടെ മനം മാറ്റം വരുമ്പം അവർ ഓട്ടോമാറ്റിക്കലി ആരോഗ്യപരം. അങ്ങനെ ആരെങ്കിലും ഉണ്ട്? ഒരുപാട് അനുഭവമുണ്ട്. ഈ റീസെൻ്റ്ലി വന്നൊരു അനുഭവം പറയാം. കേരളത്തിൽ അറിയപ്പെട്ട ഒരു സ്ഥാപനത്തിൽ 3 മാസം ചികിത്സിച്ച് ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, "സർ നമുക്കിത് നടക്കുമോ?" അപ്പോൾ നമ്മൾ കൂട്ടാതെ ഇരുന്നു. പറഞ്ഞു ഇത് അയാളുടെ മൈൻഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ മൈൻഡിൻ്റെ ഡോക്ടർ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അത് ഇരുന്നിട്ട് ആദ്യം തന്നെ കൊടുത്തു. നിങ്ങൾ നടക്കും, നിങ്ങൾക്ക് എനർജി ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ മാറ്റിയെടുത്തു. അപ്പോൾ അഫർമേഷനും കൊടുത്തു, മെഡിറ്റേഷനും കൊടുത്തു, വിഷ്വലൈസേഷനും കൊടുത്തു. ഇത് 3നും പ്രധാന റോളുണ്ട്. ഇത് 3ഉം കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം തന്നെ ഇതുവരെ അല്ലാത്ത എനർജിയിൽ ചെയ്യാൻ തുടങ്ങി. ഫിസിയോതെറാപ്പിയാണ് കൊടുക്കുന്നത് ശരിക്കും. 2ഓ 3ഓ പ്രാവശ്യം ഫിസിയോതെറാപ്പിയും അക്യുപഞ്ചറും കൊടുക്കും. പക്ഷെ അത് നേരത്തെ അല്ലാത്ത എനർജി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കൊണ്ട് തന്നെ അദ്ദേഹം പിടിച്ചു നടന്നുപോയി. അദ്ദേഹം വീൽ ചെയറിൽ മാത്രം അതായത് വീൽ ചെയറിൽ എണീക്കാൻ പോലും പറ്റാത്ത ആളായിരുന്നു. അപ്പം അങ്ങനത്തെ അവസ്ഥ
ഇതൊന്നല്ല ഈ ഈ 3 വർഷത്തെ ഒരുപാട് അനുഭവമുണ്ട്. ഡോക്ടറിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഏതെങ്കിലും എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു കുവൈത്തിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ഒരു 24 ഏജുള്ള. അപ്പോൾ ടോട്ടൽ ബോഡി എക്സിമ ഫുള്ളായിട്ട്. ഇപ്പോൾ ഞാൻ അന്നത്തെ ഒരു കേസ് പറഞ്ഞല്ലോ അതുപോലത്തെ വളരെ സിവിയർ ആയിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിന് 8ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോബ്ലം. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എക്സിമൻ്റെ തന്നെ. അപ്പോൾ ഏകദേശം അവർ എല്ലാ ട്രീറ്റ്മെൻറ്റും പല യൂറോപ്പിലും ഒക്കെ പോയി ഇതല്ല. അപ്പോൾ ഇവിടെ വന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശരീരം നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഈ സ്ക്രാച്ച് ചെയ്തിട്ട് നല്ലോണം ഇച്ചിങ്ങും ബ്ലീഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കണ്ടീഷനായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു മിനിമം ഒരു 1.5 മാസം 1 മാസം എന്തായാലും ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. യുനാനിയും ആയുർവേദം അതേപോലെ മൈൻഡിൻ്റെ എല്ലാ സപ്പോർട്ടും ഡയറ്റും. അപ്പോൾ അദ്ദേഹത്തിന് ഈ കുറേ വിഷയങ്ങൾ പഠിച്ചപ്പോൾ ഡയറ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് മൂപ്പർക്ക് ട്രിഗർ ചെയ്യുന്ന വിഷയം. ഈ എക്സിമ കൂട്ടാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഫുഡ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, മീറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ്, ബേക്കറി ഇങ്ങനത്തെ എല്ലാ സാധനവും സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്തു. ഈ ആയുർവേദത്തിൻ്റെ ധാര പോലത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അക്യുപഞ്ചർ ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അതേപോലെ മൈൻഡ്ഫുൾനെസ്സും അഫർമേഷൻ തെറാപ്പിയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ഒരു 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി റീകവർ ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റി. ഇത്തരം കേസുകളൊക്കെ അവരൊക്കെ വലിയ വലിയ ഫാമിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ വരുന്ന കൂടുതൽ ഗസ്റ്റും നമ്മളവിടെ വലിയ പരസ്യം ചെയ്തിട്ടല്ല. ഇവിടെ വന്ന് അവിടെ ചെന്ന് പറയണം. പറയുമ്പോൾ വേറെ ടീം വരും, പിന്നെ വന്നവരെന്നെ റിപ്പീറ്റ് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഗസ്റ്റുകൾ വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് യൂറോപ്പിൽ നിന്നും മറ്റൊക്കെ കേസുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടുതലിപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും. GCC എന്നാണ്. പ്രത്യേകിച്ച് അവരെ ഒരു കൾച്ചറോ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല വൃത്തിയിലും ഏറ്റവും നല്ല സൗകര്യത്തിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക ഒരു സെൻ്ററാണ് ടൈഗ്രീസ് വാലി. ഇവിടെ നമ്മളൊരു വെൽനസ് സെൻറ്റർ എന്നാണ് നമ്മുടെ കോൺസെപ്റ്റും വിഷനൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, വി ആർ നോട്ട് ഗിവിങ് മെഡിസിൻ, വി ആർ മേക്കിംഗ് ഫ്രീ ഫ്രം ദ മെഡിസിൻ എന്ന് നമ്മൾ നേരത്തെ നമ്മളെ മനസ്സിലും പറയാറുണ്ട്. അതിനനുബന്ധമായ ഒരുപാട് സംഭവമുണ്ട്. അതിന് ചെറിയൊരു ഒരു കോൺസെപ്റ്റ് പരമായിട്ട് പറയാം. ഒരുപാട് അനുഭവമുണ്ട്. പേഴ്സണലായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ട്. ചില യുവാക്കൾ ഇപ്പോൾ 30-35 വയസ്സിനിടയിലാണ് വരിക. അപ്പോൾ അവർക്ക് ഷുഗർ നോക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ 400 കടന്നിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇനി ജീവിതത്തിൽ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിളിക്കും ഏതോ പരിചയത്തിലായിരിക്കും, എന്താണ് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് വരാൻ പറയും. വന്നിട്ട് നമ്മൾ 3 ദിവസം അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും എങ്ങനെയാണ് ഈ ഷുഗർ ബ്ലഡിൽ കുറക്കാൻ പറ്റുക. അപ്പോൾ കുറക്കണമെങ്കിൽ ഒന്ന് നിങ്ങൾ ഡയറ്റിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കാർബ് കുറഞ്ഞത് എന്താണ് അവർ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവരെ അത് 3 ദിവസമെങ്കിലും തീറ്റിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്യും. രണ്ടാമത് അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ചുള്ള എക്സസൈസ്. നമ്മൾ എന്തെങ്കിലും ജിമ്മ് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവർ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിലുള്ളവരോ, അപ്പോൾ അതിനനുസരിച്ച് അവരെ അത് പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ബെഡ് സ്പേസേ ഉള്ളൂ എന്നാൽ അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. എന്നിട്ട് അത് അവരെ മൈൻഡിലേക്ക് കയറ്റും. മൂന്നാമത് മൈൻഡാണ്. മൈൻഡ് പ്രശ്നമായാൽ ചോറ് കൂടും, ഉറപ്പാണ്. അപ്പോൾ അവർ ചിലപ്പോൾ തലവേദനയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഭാരം ചുമക്കുന്ന മാനേജേഴ്സോ ഉത്തരവാദിത്തമുള്ള, അപ്പോൾ അതൊക്കെ ഡെലിഗേറ്റ് ചെയ്യാനും കൃത്യസമയത്ത് ഉറങ്ങാനും ഫാമിലി ടൈം ഉണ്ടാക്കാനും ടൈം ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ തിരിച്ചു വരികയാണ് ഒരു മാസം കഴിയുമ്പോൾ. ഡോക്ടർ എനിക്ക് മരുന്നും വേണ്ട, എൻ്റെ പഴയ എനർജി തിരിച്ചു കിട്ടി, പ്രൊഡക്ടിവിറ്റി കൂടി, ബിസിനസ് വലുതായി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്പർ അടക്കം തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മുടെ ആ വെൽനസ് സെൻറ്റർ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു അഭിമാന ഒരു ഹിസ്റ്ററി ആയിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കാൻ. മരുന്നുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ഫാക്ടറി ഉണ്ട്. അത് പച്ചമരുന്നുകളാണോ? പച്ചമരുന്നുകളോ ചേർന്ന് ആണല്ലേ. അതിന്റെ ഡീറ്റെയിൽ എന്താണ്, അതിന്റെ പേര് എന്താണ്? നമ്മുടെ പാരന്റ് കമ്പനിയുടെ പേരാണ് ഇൻതിബിഷ്. ഹെൽത്തി ടച്ച് എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മുടെ ഭാഷയല്ലാന്ന് തോന്നുന്നല്ലോ. അല്ല, നമ്മുടെ ഭാഷ അല്ല, ഗ്രീക്കാണ്. ഗ്രീക്കാണ്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ഹെൽത്തി ടച്ച്? ഹെൽത്തി ടച്ച്. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം 65ഓളം മെഡിസിൻസ് നിർമ്മിക്കുന്നുണ്ട്. അതിൽ യുനാനി മെഡിസിനാണ് കൂടുതലുള്ളത്. പിന്നെ ആയുർവേദത്തിനെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. നമുക്കൊരു 300-ലധികം ടാബാണോ അതോ മരുന്നുകൾ? എല്ലാം ഉണ്ട്. സിറപ്പും ടാബ്ലറ്റും ലേഹങ്ങളൊക്കെ ഉണ്ട്. വെൽനസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം അതാണ്. എണ്ണ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സോപ്പാണ്. സ്കിൻ കെയറിന് വേണ്ടിയിട്ടും ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നത്. അത് വളരെ ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ അത് ആയുഷ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആരാണ് ആ സോപ്പിന്റെ പ്രജ്ഞാതാവ്? ഉപജ്ഞാതാവ് എന്നല്ല, നമ്മുടെ ഒരു സ്കിന്നാണ് എന്നുള്ള എൻ്റെ ഒരു ഫോക്കസുള്ളൊരു ഏരിയ. അപ്പോൾ ഈ പല അസുഖങ്ങൾക്കും നമ്മുടെ സോപ്പ് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിന് ഈ ഭയങ്കരമായിട്ട്
ബോഡി വേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും, മോശം സ്മെല്ല് വരും. അപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ എയർ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ലോണം വേർക്കുമ്പോൾ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ സ്മെല്ല് പോകാൻ വേണ്ടി കൂടുതൽ സോപ്പ് ഉപയോഗിക്കും. കൂടുതൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ സ്മെല്ലിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയാണ് ഈ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുക. ബാഡ് ബാക്ടീരിയ എന്നാൽ കൂടുതൽ സ്മെല്ലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ വേണ്ട ബാക്ടീരിയ ഓവറായിട്ട് സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ പിന്നെ അവിടെ വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. വേർപ്പൊക്കെ വരുമ്പോൾ വേറെ ബാഡ് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ഹെർബൽ സോപ്പ്, ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിൽ ഓവറായിട്ട് കെമിക്കൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമരുന്നുകളും. ഇപ്പോൾ ഉദാഹരണം നാൽപ്പാമരം സ്കിന്നിന് വളരെ നല്ല സാധനമാണ്. അപ്പോൾ അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഇതിൻ്റെയൊക്കെ ആൽമരത്തിൻ്റെ തോടുകൾ, പിന്നെ തുളസി, പിന്നെ വെളിച്ചെണ്ണ, പ്യൂർ വെളിച്ചെണ്ണ, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സൂത്തിങ് ഫീലാണ്. തേച്ച് കഴിഞ്ഞതിന് ശേഷം കുളിച്ചതിന് ശേഷം ഒരിക്കലും ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല, നല്ല സ്മെല്ലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ടോട്ടലി മാറി, ആ പ്രശ്നം ടോട്ടലി മാറി, ഈ ബാഡ് സ്മെല്ല്. അത് നമുക്ക് ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്കൊക്കെ കൊടുത്തു. പിന്നെയാണ് നമ്മളിതിൻ്റെ ലൈസൻസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അത് ഈ ഇതുപോലുള്ള ഈ സോറിയാസിസ് പോലത്തെ കേസ്, ഡാൻഡ്രഫിന്, അതേപോലെ ഈ പല ചർമ്മരോഗങ്ങൾക്കൊക്കെ, ഫംഗസ് പ്രശ്നങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള സോപ്പാണ്. സോപ്പാണ് അത്. ഇവിടെ തന്നെ ഇവിടെ തന്നെ ഹാൻഡ് മെയ്ഡ്, നല്ല മൂവിങ് ഉണ്ട്. വെല്ലസിനുള്ള ഷാംപൂസ് ഒക്കെ ഉണ്ട്. ഷാംപൂ, സമയമുണ്ട്. ഓയിലുണ്ട്, യെസ്. ഹെയർ ഓയിൽ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ. എത്ര പ്രൊഡക്റ്റ് ഉണ്ട് അതിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ? നമുക്ക് 300-ലധികം ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ 65 നിലവിൽ. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ പറയുന്ന ഒരു വിഷയമാണ്, ഇവിടുത്തെ മസാജ് കഴിഞ്ഞാൽ ഒരു സ്മെല്ലോ ഒരു ഒരു ഓവറായിട്ടുള്ള മരുന്നിൻ്റെ സ്മെല്ലോ പ്രശ്നങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അറബ്സ് ഭയങ്കര സെൻസിറ്റീവാണ്. അവർക്ക് നല്ല സ്മെല്ലല്ലെങ്കിൽ അവർ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂല. അപ്പോൾ ഞങ്ങളിതിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ യൂസ് ചെയ്യുന്നത്. അത് 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 എല്ലാ ഔഷധ ഗുണങ്ങളും ഉള്ളതാണ്, അതോടൊപ്പം തന്നെ നല്ല നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ആർക്കും ഒരു പരാതിയില്ല സ്മെല്ലിൻ്റെ വിഷയത്തിൽ. 2017 തുടങ്ങുന്നു, 2021 ഓഗസ്റ്റിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാലം ഒരു 3 വർഷമേ ആവുന്നുള്ളൂ. നാലാമത്തെ വർഷം അല്ലേ? നാലാമത്തെ വർഷത്തേക്ക് അതെ അതെ, ഇതുവരെയുള്ള യാത്രയിൽ സന്തോഷവാനാണോ? സന്തോഷമുള്ളൂ. അതായത് ഇപ്പോൾ പറഞ്ഞു പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാമെന്ന ചില ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് അല്ലേ? യെസ്. അവരെല്ലാം ഒരു പക്ഷേ നമ്മളൊരു സംശയം ഉണ്ടായിരിക്കും, ഈ വിജയം കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവാം. അവർക്കിടയിൽ അവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വിശ്വാസം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ ഒരു 10 പേരെ കണ്ടാൽ ഒരു പേരായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ആവുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ തുടക്കം മുതൽ നമ്മൾ നടത്തിയ പരിപാടികളും ബിസിനസ് മീറ്റുകളും ഒരുപാട് ഇൻഡിവിജ്വൽ മീറ്റിംഗ്സൊക്കെ നോക്കിയാൽ ഒരു 3000 പേരെ കണ്ടപ്പോഴായിരിക്കും നമുക്ക് 300 പേരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലും ഈ 300 കഴിച്ചിട്ടുള്ള 2700 പേരും, അതിൽ കുറച്ച് പേര് താല്പര്യമില്ലാത്തവർ, കുറച്ച് പേര് നമ്മളന്ന് നടക്കില്ല അതിന് നെഗറ്റീവ് ആക്കിയവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ടീമിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന ഈ 300 പേരൊക്കെ ഇപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ട്. അവരോട് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളവരാണ്. കാരണം കുറേ കാലം, കാരണം ഇതൊരു പലിശരഹിത ബിസിനസ് ആയതുകൊണ്ട് ഇതിൽ പ്രോഫിറ്റ് ആയാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കും അറിയാം. അപ്പോൾ കോവിഡും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയവും ഇപ്പോൾ വരെ ഈ അടുത്ത കാലം വരെ നമ്മുടെ കൂടെ ക്ഷമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അവരോട് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദിയുള്ളവരാണ് ഒന്ന്. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും വലുതായി കൊടുക്കണം, ഇതുവരെ വെയിറ്റ് ചെയ്തതിന് ഒരു വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് ഈ അടുത്ത സമയത്ത് നല്ലൊരു മാറ്റവും, കാരണം ഒന്ന് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കൂടുകയാണ്. അപ്പം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, ഇപ്പോൾ 1 CR ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ വാല്യൂ ഒന്നുമില്ല 2 CR ആക്കാൻ പറ്റുമെന്നുള്ളിടത്താണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നല്ല രൂപത്തിൽ റിട്ടേൺ കൊടുക്കാനും സാധിക്കുന്ന ഒരു നല്ല പ്രതീക്ഷയിലുള്ളത്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റാത്തതിൽ ചില ആൾക്കാർ, ഇപ്പോൾ എല്ലാവർക്കും അത് അറിയുന്നവരാണ്, ചില ആൾക്കാർ ചിലപ്പം പ്രയാസപ്പെടുന്നവർ, അവരെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് വെച്ച് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവാം. എന്നാലും നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ ഇതിൻ്റെ? ഇനി എന്തെങ്കിലും ഭാവിയിൽ ഇതിനെ എന്തെങ്കിലും നമ്മളൊരു ടൈരിസായിട്ട് ഇരിക്കണം എന്നുള്ളതല്ല നമ്മുടെ വിഷൻ. ഇപ്പോൾ ഈ നമ്മൾ വ്യത്യസ്ത, അപ്പോൾ 10-20ഓളം രാഷ്ട്രങ്ങളിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തപ്പം ഒരുപാട് സയൻസുകളെ, ട്രഡീഷണലും മോഡേൺ സയൻസിനും പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലായ കാര്യം, വെൽനസ് ലോകത്ത് ആവശ്യമാണ്. വെൽനസ് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഹൈ ലെവൽ ആൾക്കാർ, ഇപ്പം
പ്രൈം മിനിസ്റ്റർ മലേഷ്യ വന്ന സമയത്തും അതുപോലെ ഒരുപാട് മിനിസ്റ്റേഴ്സൊക്കെ ഇരുന്ന സമയത്ത് ഇത് രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കലൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ ഈ വെൽനസ് എന്നൊരു പ്രീമിയം സാധനം ടൈഗ്രീസ് വാലിയും അതുപോലെ അസാർ ക്ലിനിക്സ് തന്നെ ഒരു സാറ്റലൈറ്റ് ക്ലിനിക്കുകളും. അപ്പോൾ നമ്മുടെ ആസ അസാർ ക്ലിനിക്സ് ഇപ്പോൾ ഗുജറാത്തിലുണ്ട് 2 അല്ലെങ്കിൽ യു എയിലുണ്ട്, പിന്നെ ഒന്ന് തിരുവനന്തപുരത്തും വെള്ളമുണ്ടയിലും വയനാട് അതുപോലെ ഇരിക്കൂരിലൊക്കെ ഉണ്ട്. അത് എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതും അതേപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഇവിടെ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും ഇല്ല കിട്ടുന്നതാണ്. അല്ല അതൊരു സാധാരണ സെൻ്ററാണ്, ഒരു പ്രാഥമികമായിട്ടുള്ള. നേരത്തെ ഉള്ള നമ്മൾ തുടക്കം മുതൽ അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 2010 നമ്മൾ ആദ്യം തുടങ്ങിയത് ചെറിയ സെൻ്ററായിരുന്നു, അതിൻ്റെ തുടർച്ചത മാത്രം. നമ്മുടെ മെയിൻ ഫോക്കസ് ഈ ടൈഗ്രീസ് വാലി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇതിന് അനുബന്ധമായിട്ട് ഇപ്പം നമുക്ക് 100 റൂമിലേക്ക് ഇപ്പം എത്താൻ പറ്റും ഇപ്പോഴുള്ള ഫെസിലിറ്റീസ് ഇവിടെ. ഇത് 1000 റൂമിലേക്ക് എങ്ങനെ 2030 ആകുമ്പോൾ എത്തിക്കണം എന്നുള്ളതും അതിന് കൊച്ചി അതുപോലത്തെ ചില ഇപ്പോൾ കാസർഗോഡ് അതുപോലെ ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലൊക്കെ ഇതിൻ്റെ എണ്ണം ഇപ്പം 100 എന്നുള്ളിടത്ത് നിന്ന് ഒരു 1000 റൂമിലേക്ക് എത്തിക്കുകയും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മുടെ അടിസ്ഥാനപരമായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് അവർക്കൊരു തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് മുഖേന നമുക്ക് വെൽനസ് ഇൻഡസ്ട്രി ഗ്ലോബലി ലീഡ് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു മ്യൂസിക് തെറാപ്പി, നിങ്ങളതിന് വേറെ എന്തോടെ പറയുന്നത്, സൗണ്ട് ഹീൽ. അത് ശ്രദ്ധയിൽപ്പെട്ടു. എന്താ അത് സൗണ്ട് ഹീൽ എന്നുള്ളത്? ടിബറ്റൻ സിസ്റ്റം. നമുക്കിവിടെ മ്യൂസിക് തെറാപ്പി പാട്ടുപാടി അസുഖം പതിവാക്കുക എന്നൊക്കെ പറഞ്ഞൊരു ടിബറ്റൻ ബൗള്, അത് പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള ബൗളും അതുമായി ബന്ധപ്പെട്ടുള്ള വേറെ കുറേ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇമോഷണലി ഉള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പല അസുഖങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അതിനെ റിലീസ് ചെയ്യുക, റിലാക്സേഷൻ മോഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ഹീലിംഗ് ബോഡിയിൽ നടക്കും. അതൊരു വൈബ്രേഷനാണ്. സൗണ്ട് പറഞ്ഞ ഒരു വൈബ്രേഷനാണ്. അത് നമ്മളെ ഒരു എനർജി ലെവലിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് അതൊരു ഹീൽ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. നമുക്ക് റെഗുലർ ഇവിടെ ഇപ്പോൾ ഇല്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആളുകൾ വന്നിട്ട് ഇവിടെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മളുണ്ടായൊരു ഡെവലപ്മെൻ്റാണ് ഒരു നെതർലൻഡിലുള്ള ഒരു ഈ വേൾഡിൽ തന്നെ അറിയപ്പെട്ട ഒരു വെൽനസ്സിലെ ഒരു ഫിഗർ അന്ന ഹെർമിന എന്ന് പറയും. അവർ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് ജോബ് വിസ കിട്ടി. 2 പ്രാവശ്യം ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് ജോബ് വിസ കിട്ടി. അപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു യൂറോപ്യൻ ഒരു ഈ ഒരു ഫീൽഡിലുള്ള ആൾ വരിക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു മുന്നേറ്റമാണ് ടൈഗ്രീസ് നമ്പേഴ്സ്. അപ്പോൾ അതോടൊപ്പം തന്നെ നോർവേ എന്നുള്ള അവിടുത്തെ കിങ്ങിൻ്റെ ഒക്കെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ നമ്മുടെ ടീമിൽ ജൂലൈ മുതൽ ജോയിൻ ചെയ്യുകയാണ്. ശരിയാണ്. അപ്പോൾ നമുക്ക് ഒരു സെപ്പറേറ്റ് വേറെ തന്നെ ഒരു കിച്ചണും ഒരു കംപ്ലീറ്റ്ലി ഒരു 80% ഒക്കെ റോ ഫുഡായിട്ടുള്ള ഓർഗാനിക് ഫുഡൊക്കെ ഉള്ള രീതിയിലൊരു സെപ്പറേറ്റ്ലി യൂറോപ്യൻസിനും ഒരു കംപ്ലീറ്റ്ലി വേഗൻ ഫുഡൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയ രീതിയിലുള്ള ഫെസിലിറ്റി വരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഫങ്ഷണൽ മെഡിസിനിൽ ഒരുപാട് അത് മോഡേൺ മെഡിസിൻ്റെ ഒരു വെൽനെസ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ. വളരെ കുറഞ്ഞ ഡോക്ടേഴ്സാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നവരുള്ളൂ. അതന്നെ മറ്റുള്ള സിസ്റ്റത്തിനൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റുള്ള ഈ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സും കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഡോക്ടർ ഫഹീമിൻ്റെ നേതൃത്വത്തിലുള്ള ടീം എന്ന് പറഞ്ഞാൽ അവർ എല്ലാ സിസ്റ്റത്തിനെയും മാക്സിമം ഇൻ്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ഇൻ്റഗ്രേറ്റീവ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഈ ക്യാൻസറിന് പല ട്രീറ്റ്മെൻറ്റുകളും കീമോതെറാപ്പി, റേഡിയേഷൻ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. പല ട്രഡീഷണൽ സിസ്റ്റംസും ഉണ്ട്. നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇൻ്റഗ്രേറ്റീവ് ഓങ്കോളജി എന്നുള്ളത്. ഓങ്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, പാലിയേറ്റീവ് ഡോക്ടറുണ്ട്. അതേപോലെ ഈ ഫങ്ഷണൽ മെഡിസിൻ്റെ മാക്സിമം സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇപ്പോൾ അഡ്വാൻസ്ഡ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് പാലിയേറ്റീവ് സാധാരണ പാലിയേറ്റീവ് കെയറിൽ ഒരു പെയിൻ കില്ലറും അതേപോലെ ട്യൂബ് ഇടാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് പാലിയേറ്റീവ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പെയിൻ കുറക്കാനൊക്കെ ഉള്ള ഈ ഓസോൺ തെറാപ്പി ഉണ്ട്, ഹൈഡ്രജൻ തെറാപ്പി ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ കീമോ റേഡിയേഷനൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് ഹൈ ഡോസ് വിറ്റാമിൻ സി ന്യൂട്രീഷൻ തെറാപ്പി ഒക്കെ കൊടുത്തിട്ട് അതിനെ റീകവർ ചെയ്തെടുക്കുക, അടുത്ത കീമോ ഒക്കെ തയ്യാറാക്കുക. ഈ കീമോൻ്റെ തന്നെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഈ ഫങ്ഷണൽ മെഡിസിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കീമോ അല്ലെങ്കിൽ 3rd സ്റ്റേജ് 4th സ്റ്റേജ് കീമോ ചെയ്യുന്ന കേസാണെങ്കിൽ തന്നെ അവരെ ഈ ഓങ്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ ഫങ്ഷണൽ മെഡിസിനോട് കൊടുക്കുമ്പോൾ നമുക്ക് കീമോ ഒരു 100 ഡോസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു 20-30 കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് ബോഡിനെ റീകവർ ചെയ്യാൻ ഒന്നുകൂടി സഹായിക്കും. അപ്പോൾ ഈ ഫങ്ഷണൽ മെഡിസിൻ ഇപ്പോൾ കീമോതെറാപ്പി ക്യാൻസർ സെല്ലിനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ ഫോക്കസ് ചെയ്യുന്നത് ബോഡിയിലുള്ള ഹെൽത്തി സെൽസിനെ മാക്സിമം ഇമ്പ്രൂവ് ആക്കി അവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക. ഫൈറ്റ് ചെയ്യിപ്പിക്കാന്നുള്ളത്.
അപ്പോൾ അതിലാണ് ഐഡോസ്, വിറ്റാമിൻ സി, ന്യൂട്രീഷൻ തെറാപ്പി, ഓസോൺ തെറാപ്പി, ഹൈഡ്രജൻ തെറാപ്പി ഇങ്ങനെയുള്ളതൊക്കെ നിലവിൽ അതെല്ലാം ഫങ്ഷനിങ് ആണ് ഇവിടെ. അതൊക്കെ ഫങ്ഷനിങ് ആണ്. അതേപോലെ പല കോക്ടെയിൽസ് ഉണ്ട്. അതേപോലെ കീലേഷൻ തെറാപ്പി. കീലേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഹാർട്ടിലൊക്കെ ഉള്ള ബ്ലോക്ക് ഉണ്ടല്ലോ. അപ്പോൾ പണ്ടൊക്കെ കീലേഷൻ തെറാപ്പി ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് അലിയിച്ച് കളയുന്നത്, ഈ സ്റ്റെഡൊക്കെ വരുന്നതിന് മുന്നേ. അപ്പോൾ ഇപ്പോഴും ഒരു 80% താഴെയുള്ള ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അത് അലിയിച്ച് കളയാൻ ഈ ട്രീറ്റ്മെൻറ്റ് സഹായിക്കും. പക്ഷെ അത് ഇപ്പോൾ നിലവിൽ പല ഹോസ്പിറ്റൽസിലും ആ സംവിധാനമില്ല. ചാൻസ് കിട്ടുമ്പോഴേക്കും സ്റ്റെൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിനെ ഈ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം അതിൽ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ ഈ ഒരു ഓങ്കോളജി, കാർഡിയോളജിയിലാണ് നമ്മൾ കൂടുതൽ ഫങ്ഷൻ മെഡിസിൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ലോകത്ത് ഏം, ആ, അറിയപ്പെട്ട എയർ ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഇവിടുത്തെ വെള്ളം, ഇപ്പോൾ ഈ ഇത്രയും പ്രകൃതി, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വായുവും തന്നെ മരുന്നാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവർ ഒന്ന് പോലും നടന്നാൽ മതി ഇവിടെ ഇതുവഴി. താമസിച്ചാൽ മതി, അപ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഹീലിംഗ് കിട്ടും. എയർ ക്വാളിറ്റിയെ കുറിച്ചും പൊല്യൂഷനെ കുറിച്ചും പറഞ്ഞപ്പോഴാണ് ഒരു അനുഭവം ഓർമ്മ വരും. ഇപ്പോൾ ഈ അടുത്ത് ഡൽഹിയിൽ നിന്ന് മിനിസ്റ്റേഴ്സ് ഇവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എയർ ക്വാളിറ്റി അറിയാലോ, അവിടുത്തെ പൊല്യൂഷൻ അത്രയും സീരിയസ് മാറ്ററാണ്. ഇപ്പോൾ പൊല്യൂട്ടഡ് സിറ്റി എന്ന് അടിക്കുമ്പോൾ ആദ്യം വരുന്നത് ഡൽഹിയാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട 10 തന്നെ ഇന്ത്യയിൽ പല സിറ്റികളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ പരിഹാരമുണ്ട്, പരിഹാരം കേരളത്തിലേക്ക് വരണം. അപ്പോൾ ഇത്രയും നല്ല എയർ ക്വാളിറ്റിയുള്ള സ്ഥലം ഇവിടെ ഉള്ള സ്ഥിതിക്ക് എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ വന്ന് ക്യാമ്പയിൻ ചെയ്ത് അവിടുത്തെ മിനിസ്റ്റേഴ്സിനെ, അവിടുത്തെ എല്ലാവർക്കും ഈ മെസ്സേജ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം അവർക്ക് ഇവിടെ വന്ന് ഒരാഴ്ച നിന്ന് ഡീറ്റോക്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് പൊല്യൂഷൻ കൂടുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മെറ്റൽസ് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ഡീറ്റോക്സ് ചെയ്യാന്നുള്ളൊരു അതിൻ്റെ ഒരു പഴയകാല ട്രഡീഷണൽ സിസ്റ്റം ഇവിടെ ഉണ്ട്, ആയുഷിൻ്റെ സിസ്റ്റം ഉണ്ട്. ഉണ്ടല്ലേ, അതാണ്. പഴയകാലത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ഉണ്ടല്ലോ, വിരേചനം പോലത്തെ ഒരുപാട് മരുന്ന് ഉള്ളോട്ടും പുറത്തും കൊടുത്തിട്ടുള്ള പരിപാടികൾ. അതുപോലെ മോഡേൺ സയൻസിലുള്ള മോഡേൺ വെൽനെസ് ആയിട്ടുള്ള ഫങ്ഷണൽ മെഡിസിനിലെ ഡീറ്റോക്സ്, കീലേഷൻ തെറാപ്പി പോലത്തെ തെറാപ്പികൾ, ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ ശരീരം ശുദ്ധീകരിച്ച് തിരിച്ചു പോകാൻ സാധിക്കും. ഇപ്പോൾ യുനാനിയിലെ ഹിജാമ ബ്ലഡ് എടുത്ത് കളയാണ്. ഇതിപ്പോൾ GCCയിലൊക്കെ വ്യാപകമാണ്. അപ്പോൾ അതിവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല 6 ഹിജാമ തിയേറ്ററുള്ള ഒരു വെൽനസ് സെൻ്റർ കൂടിയാണിത്. അപ്പോൾ അപ്പോൾ അങ്ങനെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ആ ബ്ലഡ് എടുത്ത് കളയാന്ന് പറഞ്ഞാൽ എന്താണ്? അത് കപ്പ് വെച്ചിട്ട്, അതായത് നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിലാണോ? അതിൻ്റെ ഒരു അത് ട്രഡീഷണൽ പണ്ടേ ചെയ്തു വരുന്ന സിസ്റ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ചില പാർട്ടുകളുണ്ട്, ചൈനീസ് മെഡിസിനിലും പറയുന്നുണ്ട്, യുനാനിയിലും പറയുന്നുണ്ട്. അപ്പോൾ ബോഡി പുറഭാഗത്തുള്ള ചില പ്രത്യേക പോയിന്റുകളിൽ കപ്പ് വെച്ചിട്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അതിന് മുന്നേ ചെറിയ സ്ക്രാച്ച് ഇടും, ബ്ലഡ് ഇങ്ങനെ ഊസ് ചെയ്ത് പുറത്ത് വരും. അത് ശരിക്ക് പെരിഫറൽ ബ്ലഡാണ് വരുന്നത്. അപ്പോൾ അതിൽ ഡീറ്റോക്സ് നടക്കുന്നുണ്ട് ബോഡിയിൽ. അത് സാധാരണ ബ്ലഡ് പോലെ അല്ല ഈ ബ്ലഡ് വരുന്നത്, പെരിഫറൽ ബ്ലഡാണ്. അപ്പോൾ രണ്ടും ടെസ്റ്റ് ചെയ്താലും അതിന് മാറ്റം കാണുന്നുണ്ട്. പിന്നെ ആളുകൾ നല്ല ഇതാകുന്നുണ്ട്. അപ്പം ബ്ലഡ് പുറത്ത് കളയുന്നത് തന്നെ, ബ്ലഡ് കൊടുക്കുന്നത് തന്നെ ഒരു ഡീറ്റോക്സ് ആണ്. ഇത് അല്ലാതെയും ഡീറ്റോക്സ് ആയിട്ട് മാറും. അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് വന്നു സൗദിയിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ തുഷാരഗിരി നമ്മളെ വാട്ടർഫാളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളിതൊന്നും പറയുന്നത് കേരളത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അത് അത്ഭുതപ്പെടുകയാണ്. ഞങ്ങളിങ്ങനെ ഇന്തോനേഷ്യയിലെ ഏതോ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ എന്തോ വെള്ളമൊക്കെ കാണാൻ വേണ്ടി എത്ര ദൂരം സഞ്ചരിക്കണം. ഇത് ജസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങി ഒരു മണിക്കൂർ ഇവിടെ എത്തി, നിങ്ങൾ തൊട്ടടുത്ത് ഈ സാധനമൊക്കെ ഉണ്ട്. ഇത് എന്തുകൊണ്ട് അറിയിക്കുന്നില്ല? അപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, കാരണം കേരളം തന്നെ ശരിക്കും അറിഞ്ഞിട്ടില്ല ആരും. നമുക്ക് ഇതൊക്കെ അറിയിക്കണോ? കൂട്ടമായിട്ടുള്ളൊരു ശ്രമം ആവശ്യമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് സൗദി അറേബ്യയിൽ നിന്നുള്ള വോയാജേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് വന്നു. സൗദി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള വേൾഡിൽ അറിയപ്പെട്ട ട്രാവലേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട 10 പേര് വരും ഇവിടെ വന്നു. അത് 120 രാജ്യങ്ങൾ വരെ സന്ദർശിച്ച ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ ബോർഡ് മീറ്റിംഗ് ഇവിടെ നടന്നു. അപ്പോൾ കേരളത്തിലെ പല ചാനലുകളും അത് നന്നായിട്ട് കവർ ചെയ്തിരുന്നു. 24 ന്യൂസ് ചാനൽ അങ്ങനെയുള്ള ചാനലുകളൊക്കെ വലിയ രീതിയിൽ കവറേജ് കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു. അതേപോലെ വയനാട്ടിലൊക്കെ പോയി സൈക്ലിംഗ് നടത്തി, ട്രക്കിങ് ചെയ്തു. അപ്പോൾ അവർ വലിയ രീതിയിൽ അതിൻ്റെ ഒരു കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യന്ന് അവരെ മൈൻഡിൽ വരിക, ഏതെങ്കിലും സ്ട്രീറ്റോ ഡൽഹിയിലോ മുംബൈയിലൊക്കെ ഉള്ള സ്ട്രീറ്റിലേക്ക് വരാം, അവരെ മൈൻഡിൽ വരിക ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാൽ അപ്പം അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് യൂറോപ്പാണോ തുർക്കിയാണോ ചോദിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭംഗിയും ബ്യൂട്ടിയും പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയൊരു അവസരമായിട്ട് നമ്മൾ ടൈഗ്രീസ് വാലിനെ കാണാം. അത് ഇതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങൾ, തുഷാരഗിരി വാട്ടർഫോള്, മറ്റേ വനപ്പർവ്വം, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, കക്കാട് എക്കോ ടൂറിസം, ഇതൊക്കെ വലിയ സാധ്യതകളുണ്ട്.
എല്ലാവർക്കും വന്നാൽ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അല്ലേ? ചിറാപുഞ്ചി കഴിഞ്ഞാൽ ലക്കിടിയാണ്. ലക്കിടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ലക്കിടിയുടെ താഴ്വാരമാണിത്. അതുകൊണ്ട് എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഡാം വെള്ളം, ഈ വെള്ളക്കെട്ടിൽ അന്ന് ആർക്കിടെക്ട് പറഞ്ഞത് 4 വർഷം കൊണ്ട് നിറയുന്നതായിരുന്നു. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ നിറഞ്ഞു. അപ്പോൾ വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. സ്കൂൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ രണ്ട് സുഹൃത്തുക്കൾ അവർ സ്വപ്നങ്ങൾ പിറകെ സഞ്ചരിക്കുന്നു, ഡോക്ടറാകുന്നവർ. അത് ഇനാനി എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായൊരു ശാസ്ത്രശാഖ പഠിക്കുന്നു. അവർ സ്വപ്നം കണ്ടു തുടങ്ങി. ആ സ്വപ്നത്തിൻ്റെ പിറകെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്, വലിയ ഇതൊന്നുമില്ല, പക്ഷേ അവരുടെ മിടുക്കൊണ്ട് മാത്രം ഒരു കഴിവ് തെളിയിച്ച ആൾക്കാർ ഇന്നിപ്പോൾ ഒരു 150 കോടി രൂപയുടെ ഒരു വലിയ പ്രസ്ഥാനമായ ടൈഗ്രിസ് എന്ന് പറയുന്ന വെൽനസ് സെൻറ്ററിൻ്റെ ഒരു ഉടമകളായി മാറിയിരിക്കുന്നു അല്ലേ? അവരെ വിശ്വസിക്കുന്ന ഒരുപാട് പിന്നെ ഇൻവെസ്റ്റേഴ്സ്, അവർക്കെല്ലാം സന്തോഷം ഉണ്ടാകുന്ന, ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ സ്ഥാപനമായി മാറട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അതിനേക്കാൾ ഉയരത്തിലേക്ക് ഈ 100 എന്നുള്ളത് 1000 കഴിഞ്ഞ് 10,000 ഒക്കെ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളും ഒപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തരുന്നു. താങ്ക് യു.